ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഡിസംബർ 1 അപ്പോൾ ഇതിനോടകം തന്നെ നിങ്ങൾ എല്ലാവരും ഈ ഒരു എലൈറ്റ് പാസ് ക്ലെയിം ചെയ്തിട്ടുണ്ടാകും. ഇതുവരെ ക്ലെയിം ചെയ്യാത്തുണ്ടെങ്കിൽ വേഗം പോയിട്ട് ക്ലെയിം ചെയ്യുക എലൈറ്റ് പാസ്. നമ്മളിത് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു എലൈറ്റ് പാസ് അൺലോക്ക് ആവുന്നതായിരിക്കും. ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കിത് അൺലോക്ക് ആവുന്നതായിരിക്കും. ആ ലോഗിൻ റിവാർഡ് നമ്മൾ ജസ്റ്റ് ക്ലെയിം ചെയ്താൽ മാത്രം മതിയാവും. ബട്ട് ഗൈസ്, ഈ എലൈറ്റ് പാസിലെ ഈ ഐറ്റംസ് ഒന്നും നമുക്കിപ്പോൾ ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് ആദ്യം തന്നെ ബാഡ്ജ് ക്ലെയിം ചെയ്യേണ്ടതുണ്ട്. ബാഡ്ജ് നമുക്ക് ലഭിക്കുന്നത് മിഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴായിരിക്കും. അതിനുവേണ്ടി നമുക്ക് ഇവിടെ താഴെയായിട്ട് മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളൊന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരുപാട് മിഷനുകൾ കാണാൻ സാധിക്കും. പല പല രീതിയിലുള്ള മിഷനുകൾ നമുക്ക് എല്ലാവർക്കും ഇവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ വന്നിട്ട് മിഷനുകൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന ബാഡ്ജസ് ആയിരിക്കും. അങ്ങനെ നമുക്കൊരു 250 ബാഡ്ജസ് ആകുമ്പോഴായിരിക്കും നമുക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു എലൈറ്റ് പാസിൽ എല്ലാ റിവാർഡ്സും ക്ലെയിം ചെയ്യാൻ സാധിക്കുക. ഇത് പറയാൻ കാരണം ഇതുവരെയും എലൈറ്റ് പാസ് എടുക്കാത്ത ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടായിരിക്കും. ഈ ഒരു എലൈറ്റ് പാസിൽ മാഗ് 7 കണ്ട സ്കിന്ന്, പിന്നെ നമുക്ക് എവല്യൂഷൻ സ്റ്റോൺ ലഭിക്കുന്നുണ്ട്, സർഫ് ബോർഡ്, പിന്നെ നമുക്ക് ബാഗിന്റെ സ്കിന്ന്, പിന്നെ ഇമോട്ട്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആ ഇമോട്ടാണ് ഗൈസ് വന്നത്. ഈ കാണുന്ന റിവാർഡ്സ് എല്ലാം തന്നെ നമുക്ക് എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. മിഷൻസിൽ നമുക്ക് കാണാൻ സാധിക്കുക ആദ്യം ഡെയിലി മിഷൻസ് ആണ്. ഒരു 10 മിനിറ്റ് ഗെയിം കളിച്ചാൽ നമ്മുടെ ആദ്യത്തെ മിഷൻ കംപ്ലീറ്റ് ആകും, നമുക്ക് ഒരു ബാഡ്ജ് ലഭിക്കും. ഇതിന് നമ്മൾ ഏതെങ്കിലും ഒരു മോഡ് കളിച്ചിട്ട് നമ്മളൊരു 500 ഡാമേജ് കൊടുക്കുക, അപ്പോൾ നമുക്ക് എല്ലാവർക്കും മറ്റൊരു ബാഡ്ജ് ലഭിക്കുന്നുണ്ട്. നമ്മളൊരു 300 മീറ്റർ ഒന്ന് ഓടുക, അപ്പോൾ നമുക്ക് ബാഡ്ജ് ലഭിക്കും. പിന്നെ നമുക്കൊരു 40 മിനിറ്റ് നമ്മൾ ഗെയിം കളിക്കുക, 2 BR മാച്ച് കളിക്കുക, പിന്നെ അതോടൊപ്പം നമുക്ക് താഴെ മറ്റൊരു ലോഗിൻ ചെയ്യുക, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ബാഡ്ജ് ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഡെയിലി മിഷനുകൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്കിവിടെ എലൈറ്റ് പാസിന്റെ വീക്ക്ലി മിഷനുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കിവിടെ ഒരുപാട് ബാഡ്ജസ് ലഭിക്കുന്നുണ്ട്. ഇവിടെ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് 10-13 ബാഡ്ജസ് ഒക്കെയാണ് ഗൈസ്, വേറെ ലെവലല്ല. നമുക്ക് ആദ്യം കാണാൻ സാധിക്കുക നമ്മളൊരു CS റാങ്ക് മോഡിൽ നമ്മളൊരു 6000 ഡാമേജ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് 13 ബാഡ്ജസ് ആണ്. അതിന് താഴെയായിട്ട് 20,000 മീറ്റർ നമ്മളെല്ലാവരും BR മാച്ചിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്, നമുക്ക് 13 ബാഡ്ജസ് ലഭിക്കുന്നുണ്ട്. വളരെ സിമ്പിൾ ആണ് ഗൈസ്. നമ്മൾ BR മാച്ച് കളിച്ചിട്ട് നമ്മളൊരു 20,000 മീറ്റർ ഓടിയാൽ നമുക്ക് ലഭിക്കുന്നുണ്ട് 13 ബാഡ്ജസ്. ഈ എലൈറ്റ് പാസിന്റെ 2 മിഷനുകൾ നമ്മളെല്ലാവരും വളരെ പെട്ടെന്ന് ക്ലെയിം ചെയ്യുക, അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ ഒരുപാട് ബാഡ്ജസ് കിട്ടും. നമ്മൾ CS റാങ്ക് മാച്ചിൽ നമ്മളൊരു 20 തവണ ഗെയിം കളിച്ചാൽ നമുക്ക് എല്ലാവർക്കും തന്നെ 12 ബാഡ്ജസ് ലഭിക്കുന്നുണ്ട്. നമ്മൾ CS റാങ്ക് കളിച്ചാൽ നമുക്ക് ഇതുപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് ബാഡ്ജസ് ഒരുപാട് കിട്ടും. ദെൻ റാങ്ക് മാച്ചിൽ നമ്മളൊരു 10 പ്രാവശ്യം നമ്മുടെ ടീമേറ്റ്സിനെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് 10 ബാഡ്ജസ് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട്സിനെ കൊന്ന് നമ്മളെല്ലാവരും റിവൈവ് അടിക്കുക, അപ്പോൾ നമുക്ക് 10 പ്രാവശ്യം റിവൈവ് അടിച്ചാൽ നമുക്ക് ലഭിക്കുന്നുണ്ട് 10 ബാഡ്ജസ് ലഭിക്കുന്നുണ്ട്. അടുത്തത് ഒരു ടീം ടാസ്ക് ആണ്. നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെ നമ്മളെല്ലാവരും ഒരു 80 പ്ലേയേഴ്സിനെ എലിമിനേറ്റ് ചെയ്യുക. നമ്മൾ സ്ക്വാഡ് ഗെയിം എടുത്തിട്ട് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് അടിച്ചിട്ട് നമ്മളൊരു 80 പ്ലേയേഴ്സിനെ കില്ലടിക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് 10 ബാഡ്ജസ് ലഭിക്കുന്നുണ്ട്. 8 ബാഡ്ജസ് ലഭിക്കുന്നുണ്ട്. നമുക്ക് ഒരു ദിവസം കൊണ്ട് എന്തായാലും ഇത് കംപ്ലീറ്റ് ആവാൻ സാധ്യത കുറവാണ് ഗൈസ്. നമുക്ക് ഒരുപാട് പ്രാവശ്യം നമ്മുടെ ടീമേറ്റ്സ് കംപ്ലീറ്റ് ആയിട്ടും കില്ലടിക്കണം ഗൈസ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു 80 പ്ലേയേഴ്സിന് കില്ലടിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ടീമേറ്റ്സിന് ഉൾപ്പെടെ നമുക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു ബാഡ്ജസ് കിട്ടുന്നതായിരിക്കും. നമ്മൾ 10 ടീം മാച്ച് കളിച്ചാൽ നമുക്ക് എല്ലാവർക്കും തന്നെ 10 ബാഡ്ജസ് ലഭിക്കുന്നുണ്ട്. നമ്മൾ ഷോട്ട് ഗൺ ഉപയോഗിച്ചിട്ട് ഒരു 50,000 ഡാമേജ് കൊടുത്താൽ, റാങ്ക് മാച്ചിൽ കൊടുത്താൽ നമുക്ക് ലഭിക്കുന്നുണ്ട് 10 ബാഡ്ജ് ലഭിക്കുന്നുണ്ട്. ക്ലാസ് കോഡിൽ സ്നൈപ്പർ ഉപയോഗിച്ചിട്ട് 10 എനിമീസിനെ കില്ലടിച്ചാൽ നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു 10 ബാഡ്ജ് ലഭിക്കുന്നുണ്ട്. കാർ 98 അല്ലെങ്കിൽ AWM ഉപയോഗിച്ച് നമ്മളെല്ലാവരും തന്നെ ഗെയിം കളിക്കുക, CS കളിക്കുക, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മളെല്ലാവരും തന്നെ വീക്ക് 1 മിഷൻ കംപ്ലീറ്റ് ആക്കുക, അപ്പോൾ നമുക്ക് ഒരുപാട് ബാഡ്ജസ് കിട്ടും. നമുക്ക് ഇതുപോലെ തന്നെ വീക്ക് 2ഉം വീക്ക് 3 ഒക്കെ വരുന്നുണ്ട്, ഒരുപാട് മിഷനുകൾ വരുന്നുണ്ട്. വീക്ക് 2ഉം വീക്ക് 3ഉം വീക്ക് 4 ഒക്കെ ഇവിടെ ലോക്ക് ആയി കിടക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ആഴ്ച കഴിയുമ്പോഴായിരിക്കും നമുക്ക്, അതായത് വീക്ക് 2 അൺലോക്ക് ആവുന്നത്. നമ്മളിപ്പോൾ ഇന്നോ നാളെയോ വന്നിട്ട് വീക്ക് 1 മിഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് വീക്ക് 2 മിഷൻ അൺലോക്ക് ആവില്ല. നെക്സ്റ്റ് വീക്കിൽ നമുക്ക് എല്ലാവർക്കും തന്നെ വീക്ക് 2 മിഷനുകൾ അൺലോക്ക് ആവുകയുള്ളൂ. അതായത് ഇന്ന് മുതൽ നമുക്കൊരു 7 ദിവസം വരെ നമുക്ക് ഈ ഒരു വീക്ക് 1 മിഷനുകൾ ഓപ്പൺ ആവുന്നതായിരിക്കും. 7 ദിവസം കഴിയുമ്പോഴായിരിക്കും നമുക്ക് വീക്ക് 2 മിഷൻ ഓപ്പൺ ആവുകയുള്ളൂ, അൺലോക്ക് ആവുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നമ്മളെല്ലാവരും വീക്ക് 1 മിഷൻ എല്ലാം കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ നമുക്ക് എലൈറ്റ് പാസിനെ കുറിച്ച് റിവാർഡ്സ് ക്ലെയിം ചെയ്യാം. ദെൻ ഗൈസ് വീക്ക് 2 ആകുമ്പോൾ നമുക്ക് അൺലോക്ക് ആവും. നമ്മൾ അപ്പോഴും പോയിട്ട് ക്ലെയിം ചെയ്യുക, മിഷൻ കംപ്ലീറ്റ് ആക്കുക. അങ്ങനെ വീക്ക് 4 മിഷനുകളെല്ലാം കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നമുക്കൊരു 250 ബാഡ്ജസ് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ 250 ബാഡ്ജസ് ആകുമ്പോഴേക്കും നമുക്ക് എല്ലാ റിവാർഡ്സും ക്ലെയിം ചെയ്യാൻ സാധിക്കും എലൈറ്റ് പാസിൽ. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ആ മിഷനുകൾ കംപ്ലീറ്റ് ആക്കാൻ മറക്കല്ലേ. നമുക്ക് എല്ലാ ആഴ്ചയിലും ഒരുപാട് മിഷനുകൾ ലഭിക്കുന്നുണ്ട്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ബാഡ്ജസ് നമുക്ക് ഇതെല്ലാം കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് സബ്സ്ക്രൈബ്, ലൈക്ക് അടിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു മികച്ച വീഡിയോ കൂടെ കാണാം. ബൈ ബൈ ഗൈസ്.